pumpkin. Hello, honey bunny. Hello. I'm your dumpling, dumpling. Hello, honey bunny. कि अब कुछ होश नहीं है. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കേട്ടോ. എൻ്റെ മൂത്തുമാടെ വീട്ടിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതിൻ്റേതായ എല്ലാ കുറ്റങ്ങളും ഉണ്ടാവും, എല്ലാതും ക്ഷമിച്ച് കാണുക. അവിടെ എത്തിയപ്പോൾ തന്നെ ചെടികളും കാര്യങ്ങളും, കൂടുതലും അവിടെ ചെടികളും കാര്യങ്ങളുമാണ് ഉള്ളത്. പിന്നെ അവിടെ കുറച്ച് കോഴിക്കുട്ടികളെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊഞ്ചിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഒന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പുഴയുടെ ആ ഭാഗത്തു കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പം നീനി ഞങ്ങളോട് പറഞ്ഞു തരികയാണ്, ഇങ്ങനെ പോയിക്കൻ്റെ ഇതിൽ കൂടെ എത്തും, ഇങ്ങനെ പോയിക്കൻ്റെ പുഴയുടെ അവിടേക്ക് എത്തും എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് പയ്യപ്പത്ത് ചെറിയൊരു പൂ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോക്ക് വേണ്ടിയിട്ടാണോ ചോദിച്ചാൽ അങ്ങനെയും പറയാം. ദേ ആ കാണുന്ന കേട്ടോ പുഴ. 6 മണി ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ രാത്രി ആയപ്പോൾ പാലക്കാട് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് വൈബാക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റാണ് ഞാൻ കണ്ടത് ഈ സാധനത്തിനാണ്. ഈ സാധനത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ തുമ്പി ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ പയ്യതൊക്കെ കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു. തേനീച്ചനെ കണ്ടിട്ട് ഞാൻ എന്തോ ഒരു ഇതിലായി. പിന്നെ ലാസ്റ്റ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സംഭവം ദൂരത്തുനിന്ന് കാണുമ്പോൾ കണ്ണിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്തേക്ക് എത്തിയപ്പോൾ ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണിങ്ങനെ മിന്നി കത്തുന്ന പോലെ. ഞാനവിടെ നിന്നിട്ട് കിളി പറയുക. എനിക്കിഷ്ടപ്പെട്ടു ആ സ്ഥലം കാര്യങ്ങളൊക്കെ. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് എങ്ങനെയോ എൻ്റെ കയ്യൊന്ന് മുറിഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ കുഞ്ഞളിയൻ. അപ്പോൾ ദേ ഞാനവിടെ ചെന്ന് നോക്കിയപ്പോൾ ഗൈസ് ഒരു കപ്പൽ ഗൈസ്. എനിക്ക് ഈ സാധനത്തിനെ കണ്ട് നല്ല പിടി. ഇതെന്തുവായി ഇത് കാണിക്കുന്നത്? സത്യമായിട്ട് ഞാൻ പേടിച്ചു. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം നടന്നു, ഇരുന്നു, പോപ്കോണൊക്കെ കഴിച്ചു. അതിനുശേഷം ഈ സാധനം വരണ കാണാൻ നല്ല രസമുണ്ടെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ പോയി. പിന്നെ ഈ ഒരുത്തി എന്തിനാ കരയണേന്ന് അറിയൂ? ഞാൻ പറഞ്ഞുതരാം. ദീ ഇരിക്കണമെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഗോസ്റ്റ് ഹൗസ്, അത് കണ്ടിട്ടാണ്, ആ പോസ്റ്റർ കണ്ടിട്ടാണ് ഗൈസ് ഈ കൊച്ചി കരയുന്നത്. എന്തിനാണ് അവൾ കരയണേ? അത് കരഞ്ഞതിന് ശേഷം പിന്നെ അവൾ ഒന്നിലും കയറാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടുക്ക് നല്ല കമ്മലിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. कि अब कुछ होश नहीं है.